നമ്മളെ ഫോണിപ്പോൾ എത്ര GB മെമ്മറി ഉള്ളതായാലും, അതായത് 32 GB-യോ 64 GB-യോ 128 GB-യോ അതിൻ്റെ മേലോട്ടോ എത്രയായാലും ഏത് ഫോണിലും പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നമാണ് സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി പോകുക. പക്ഷേ എവിടെയാണ് ഇത് ഫുള്ളായി കിടക്കുന്നത്, എന്ത് ഡിലീറ്റ് ചെയ്താലും ഇത് ഫ്രീ ആകുക, ഒരു പിടുത്തവും കിട്ടിയാൽ നമ്മൾ നോക്കി നടന്നിട്ട് കാണുകയില്ല. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത വലിയ ഫയലുകൾ എളുപ്പം കണ്ടെത്തിയിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി സംഭവമാണ് വീഡിയോ. തീർച്ചയായിട്ടും 99% ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്കും കൊടുത്തേക്ക്. ഇത് കണ്ടെത്തി നമ്മൾ ഉപയോഗിക്കുന്ന ബിഗ് ഫയൽ ക്ലീനർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ കൂടെ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം അല്ലേ. ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ബിഗ് ഫയൽ ക്ലീനർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പം SD കാർഡ് പെർമിഷൻ കൊടുക്കണം. അത് അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ കാറ്റഗറി ബേസിൽ വലിയ ഫയൽ, ചെറിയ ഫയൽ, അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം. എക്സ്റ്റൻഷൻ ഫയൽ, ഡയറക്ടറി ഫയൽ, എല്ലാ ഫയലും നമുക്ക് കൊടുന്ന് കാണാം. ഇതിൽ വലിയ ഫയൽ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വീഡിയോസ് 16.75 GB ഉണ്ടെന്ന് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ ഓരോന്നും കാറ്റഗറി ആയിട്ട് കാണിക്കുന്നത്. ഇപ്പം ഫയൽസിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ GB ഉള്ളൊക്കെ നമുക്ക് കൂടുന്ന് കാണാം. തിരിയുന്നുണ്ടോ? ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യും. ഇപ്പം മേലുള്ള ഈ ഫയൽ 2.8 GB ആ ഒരു ഫയൽ മാത്രമുണ്ട്. നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മേലൊരു ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആവട്ടോ. എല്ലാം സെലക്ട് ആയിട്ട് താഴെയുള്ള ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർത്തങ്ങ് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അങ്ങ് പോവുകയല്ലേ. അതിനെന്ത് ചെയ്യുക? ടിക്ക് വന്നതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടതിൻ്റെ ഒഴിച്ച് ബാക്കി ഒക്കത്തിൻ്റെ ടിക്ക് അങ്ങ് ഒഴിവായി കളയുക. അതിന് ശേഷം നമ്മൾ ടിക്കെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ അങ്ങ് ഡിലീറ്റ് ആവും. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടെത്തിയിട്ട് ഡിലീറ്റ് ആക്കാം. എളുപ്പം നമ്മളെ മെമ്മറി ഫ്രീ ആക്കുകയും ചെയ്യാം. നല്ലൊരു ഉപകാരമുള്ള ആപ്ലിക്കേഷനാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇത് റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.